നമ്മളിൽ പലരും കുട്ടിക്കാലം മുതലേ വളർത്തിയെടുത്തൊരു ശീലമാണ് പത്രം വായന. ദിവസേന പത്രം വായിച്ചാൽ രണ്ടുണ്ട് ഗുണമെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഒന്ന്, ലോക വിവരങ്ങൾ അറിയാം. രണ്ട്, നമ്മുടെ ഭാഷയിലുള്ള പ്രാവീണ്യം അല്പം ഒന്ന് വർദ്ധിപ്പിക്കാം. പത്രവായന ശീലമാക്കിയപ്പോൾ നമുക്കൊരു ധാരണ വന്നു, പത്രത്തിൽ എഴുതുന്നതാണ് ശരിയായ എഴുത്തെന്ന്. അച്ചടിച്ചു വരുന്ന എന്തിനും ആധികാരികത ഉണ്ട് എന്നൊരു വിശ്വാസവും നമുക്കുണ്ടായി. എന്നാൽ അച്ചടിയിൽ പലപ്പോഴായി കണ്ട് ശീലിച്ച ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു വാക്ക് എഴുതിയിരുന്നാൽ നമുക്ക് എന്താണ് തോന്നുക? ആശയക്കുഴപ്പം, അല്ലാതെന്താ? കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ ചില പ്രശ്നങ്ങളെപ്പറ്റി ഒരു സീനിയർ ഡോക്ടർ എഴുതിയ സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പ് വായിച്ചു. അത് വലിയ വാർത്തയുമായി. ഇതൊരു പത്രത്തിൽ വാർത്തയായി വന്നപ്പോൾ അതിൽ കണ്ട ഒരു ശീർഷകം ഒരു സംശയത്തിന് ഇട നൽകി. ഓച്ചാനിച്ചു നിന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓച്ചാനം എന്ന വാക്ക് കൊച്ചൻ എന്നൊക്കെ എഴുതും പോലെ ചാ ഇരട്ടിച്ചുള്ള ഒരു എഴുത്ത്. ഇത് കണ്ടപ്പോൾ പെട്ടെന്നൊരു സംശയം തോന്നി. നമ്മൾ പലപ്പോഴും കണ്ട് ശീലിച്ചത് അച്ഛൻ്റെ ചാ വെച്ച് ഓച്ചാനിച്ചു എന്നെഴുതുന്ന ഒരു രീതിയല്ലേ? കേരള സർവകലാശാല പ്രസിദ്ധീകരിച്ച മഹാനിഘണ്ടു ലെക്സിക്കൺ അതിൽ പറയുന്നത് ഓച്ചാനം എന്ന വാക്കാണ്. അതായത് അമിതമായ ആദരത്തോടെ നിൽക്കുന്ന ഒരു രീതി, അമിത ഭവ്യതയോടുകൂടി നിൽക്കുന്ന, വായ് പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രീതി. അതിൻ്റെ ഒരു രൂപഭേദമാണ് ഓച്ഛാനമെന്ന അച്ഛൻ്റെ ഛായുള്ള ഒരു പ്രയോഗം. എന്നാൽ അതാണ് കൂടുതലായി നമ്മൾ എഴുത്തിൽ കണ്ടിട്ടുള്ളത്. നിൽക്കുന്ന രീതി നട്ടല് വളഞ്ഞിട്ടാണെങ്കിലും അമിത ഭവ്യത ഉണ്ടെങ്കിലും ആ നിൽപ്പിന് ഒരു ഗാംഭീര്യം കൊടുക്കാൻ നമ്മുടെ ഭാഷയിലെ ചിലരൊക്കെ നേരത്തെ ശ്രമിച്ചു കാണണം. അതുകൊണ്ടാണല്ലോ ആ വളഞ്ഞുള്ള നിൽപ്പിന് ഛാ വെച്ചൊരു ഗാംഭീര്യം കൊടുക്കാൻ തോന്നിയത്. ഭാഷയിലെ ഓരോരോ കൗതുകങ്ങൾ. ആക്സിയം 4 ദൗത്യത്തിൻ്റെ വിക്ഷേപണവും ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയും പലതവണ മാറ്റിയെങ്കിലും ഒടുവിൽ അത് യാഥാർത്ഥ്യമായി. ജയ 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 ശുഭഹേ എന്നായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത്. ജയ് ഭാരത് എന്നൊരിടത്ത്, ജയ് ഭാരത് ജയ് ഹിന്ദ് എന്ന് വേറൊരിടത്ത്, വാനോളം ഉയർന്ന് ഇന്ത്യൻ പ്രതീക്ഷ എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു. അതോടൊപ്പം ശുഭാംശു എന്ന പേര് ചേർത്തും ഒരുപാട് ശീർഷകങ്ങൾ ഉണ്ടായിരുന്നു. ശുഭചരിതം എന്നായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത്. ശുഭം ശുഭകരം എന്ന് മറ്റൊരു പത്രം എഴുതി. ശുഭാംശു ബഹിരാകാശത്ത്, ഇന്ത്യൻ സൂര്യൻ, സൂര്യാംശു എന്നായിരുന്നു വേറൊരു പത്രത്തിൽ കണ്ടത്. ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഭാരതീയനാണെങ്കിലും ഒരു ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഭാരതീയനായി ശുഭാംശു ശുക്ല. അങ്ങനെ ആ നിലയത്തിലെത്തിയതിന് ഒരു പത്രം എഴുതിയത് ആകാശ വീട്ടിൽ എന്നാണ്. ബഹിരാകാശത്ത് ഭാരതത്തിന് അഭിമാനകരമായ കാര്യങ്ങൾ അരങ്ങേറിയപ്പോൾ ഇങ്ങ് താഴെ ഭൂമിയിൽ ഭാരതാംബയുടെ പേരിൽ ഉള്ള തർക്കം വേദിയിൽ നിന്ന് വേദിയിലേക്ക് പടർന്നുകൊണ്ടേയിരുന്നു. തർക്കവും തെരുവുയുദ്ധവും എല്ലാം പതിവായപ്പോൾ ഒരു പത്രം എഴുതി കൊടിയടി. നടക്കുന്നത് കൊടിയുടെ പേരിൽ അടിയാണല്ലോ. ക്രിക്കറ്റിലും ഈയിടെ ചില കൊടിയേറ്റവും അപ്രതീക്ഷിത കൊടിയിറക്കവും ഒക്കെ കണ്ടു. ഒരു ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ഇന്നിങ്സിലായി 5 ഇന്ത്യൻ ബാറ്റർമാർ ചേർന്ന് 700-ലേറെ റൺസ് എടുത്തു. ബാക്കിയുള്ള 6 പേരാകട്ടെ 2 കളിയിലും കൂടെ ഏതാണ്ട് 60-നപ്പുറം പോയില്ല. അങ്ങനെ ആ മോശപ്പെട്ട കളിയിലൂടെ വിജയപ്രതീക്ഷയുടെ കൊടിയെ അവരങ്ങ് താഴ്ത്തി. കളി തോൽക്കുകയും ചെയ്തു. ഇതിനൊരു പത്രം എഴുതിയത് ഇഞ്ചിഞ്ചായി തോറ്റുക എന്നാണ്. ഇഞ്ചിഞ്ചായി മരിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇഞ്ചിഞ്ചായി തോക്കുന്നത് ആദ്യമായി കാണുകയാണ്. ലീഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 5 വിക്കറ്റ് ജയം വന്നപ്പോൾ ഒരിടത്ത് ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്ന് കണ്ടു, മറ്റൊരിടത്ത് ഇംഗ്ലീഷ് മധുരം എന്ന് കണ്ടു. കളി ഇംഗ്ലണ്ട് കൊണ്ടുപോയെന്നായിരുന്നു മറ്റൊരു പത്രം. ബെൻ ഡക്കറ്റ് എന്ന കളിക്കാരൻ്റെ ഉജ്ജ്വല പ്രകടനം കണ്ടപ്പോൾ ഒരു പത്രം എഴുതി ബിഗ് ബെൻ എന്ന്. ഇംഗ്ലീഷ് ടീമിൻ്റെ കാര്യമാകുമ്പോൾ ബിഗ് ബെൻ ഉചിതമായ ഒരു ശീർഷകമാണ്. ഇംഗ്ലണ്ടിലെ വലിയ ലാൻഡ്മാർക്കുള്ള ഒരെണ്ണമാണല്ലോ ബിഗ് ബെൻ എന്ന് പറയുന്നത്. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ബെൻ ദെയർ ഡൺ ദാറ്റ് എന്ന് കണ്ടു. അതായത് ബെൻ ഡക്കറ്റിൻ്റെ അർപ്പണ മനോഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു ലേഖനത്തിൻ്റെ ശീർഷകമാണത്. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ഈയിടെ വാർത്തയായിരുന്നു. മലയാളത്തിലെ മിക്ക പത്രങ്ങളും അത് വളരെ കാര്യമായി തന്നെ എഴുതിയിരുന്നു. ചില പത്രങ്ങളിൽ പഴയ അടിയന്തരാവസ്ഥയുടെ ആ പ്രഖ്യാപനത്തിൻ്റെ വാർത്ത ഒന്നുകൂടി അച്ചടിച്ചു കണ്ടു. പൊരുതാം ഇന്ത്യക്കായി എന്നായിരുന്നു ഒരു പത്രം എഴുതിയിരുന്നത്. അടിയന്തരാവസ്ഥയെ മറ്റൊരു പത്രം വിശേഷിപ്പിച്ചത് ആ അരക്ഷിതാവസ്ഥ എന്നാണ്. ആവർത്തിക്കരുതാത്ത ജനാധിപത്യ ധ്വംസനം എന്നാണ് ഒരു പത്രം ശക്തമായി ഒരു എഡിറ്റോറിയൽ എഴുതിയത്. സാധാരണ പല കാര്യങ്ങളിലും ഭിന്നാഭിപ്രായമുള്ള മലയാള പത്രങ്ങൾ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരേ സ്വരത്തിലാണ് സംസാരിച്ചതെന്നത് സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും അധികം നിയന്ത്രണം നേരിടേണ്ടി വന്നത് നമ്മുടെ പത്രങ്ങൾക്കായിരുന്നു. സ്വാതന്ത്ര്യമില്ലാത്ത ആ അവസ്ഥയെ എങ്ങനെയാണ് ഒരു പത്രം മറക്കുക? ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്ന സംഘർഷം ഒരു വെടിനിർത്തലിൽ അവസാനിച്ചു. ഇതിനെ പല രീതിയിലാണ് പത്രങ്ങൾ എഴുതിയിരുന്നത്. ട്രംപ് പറഞ്ഞു വെടി നിർത്തി എന്ന് ഒരു പത്രം എഴുതിയത്. തൽക്കാലം സമാധാനം എന്നായിരുന്നു മറ്റൊരു പത്രത്തിൽ കണ്ടത്.
ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് മറ്റൊരു പത്രം ഇതിനെ കൈകാര്യം ചെയ്തത്. അവിടുത്തെ ശീർഷകം നാടകാന്തം സമാധാനം എന്നായിരുന്നു. യുദ്ധവും ഒരു രീതിയിൽ നാടകം തന്നെയല്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ കാണുന്നത്.